അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്ക് താതനു നന്ദി, ഇല്ലാതെ സ്നേഹിക്ക് താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥന എന്ന വിഷയത്തിൻ്റെ മറ്റൊരു ചിന്ത ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെയും എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സ്വാർത്ഥതയുടെ പ്രാർത്ഥനകളായിട്ട് മാറാറായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നതായ പ്രാർത്ഥനകളായിട്ട് തീരാറായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് നീരസം തോന്നുവാൻ ഇടയായിട്ടുണ്ടോ? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് ഞാൻ ഈ ഒരു വേദഭാഗം എന്തിനാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്? നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്താണ് ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനയിൽ? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മനസ്സിൽ വരുന്നതൊക്കെ ദൈവത്തോട് പറയുവാൻ അനുവാദമുണ്ട് എങ്കിൽ തന്നെയും നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം. ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നമുക്ക് ശ്രദ്ധ വേണം. പറയുന്ന വാക്കുകൾ ചുറ്റുപാടും ഇരിക്കുന്നവർ നമ്മൾ പലപ്പോഴും ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഞാൻ ആ ഒരു വേദഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. ഈ ഒരു വേദഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ദിവസം തോറും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എപ്രകാരമാണ്? എന്നിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള സ്വാർത്ഥതയുടെ ഒരു പ്രാർത്ഥന വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ പ്രാർത്ഥന കേട്ട വ്യക്തിയുടെ ജീവിതത്തിൽ എൻ്റെ കൂട്ടായ്മക്കാർക്ക് ആർക്കെങ്കിലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് നീരസത്തിൻ്റെയോ സങ്കടത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പേര് കർത്താവായ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. മറ്റാരുമല്ല, യാക്കോബും യോഹന്നാനുമാണ്. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിക്കുവാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊരു പ്രാർത്ഥനയാണ്, ഒരപേക്ഷയാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുകയാണ്, ഞങ്ങൾ ഈ ചോദിക്കുന്നത് ഞങ്ങൾക്ക് നീ തരണമേ എന്ന് മുൻകൂർ പറയുന്നതായ ഒരപേക്ഷയാണ്. എന്നിട്ട് എന്താണ് അവർ ചോദിച്ചത്? പ്രിയമുള്ളവരെ, അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞതായ പ്രാർത്ഥന, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മറ്റൊരു ദുരുദ്ദേശങ്ങളും ഒന്നുമില്ല. അവരുടെ ഹൃദയത്തിൻ്റെ വലിയൊരു വാഞ്ച, ആത്മീയ ദാഹം, കർത്താവിനോടുള്ള സ്നേഹം ഒക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതായ ഒരു ഉള്ളടക്കം. പക്ഷെങ്കിൽ അത് അവർ കർത്താവിനോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നതായ തൻ്റെ സഹോദരങ്ങൾക്ക് നീരസവും സങ്കടവും വേദനയും ഉളവാക്കി എന്ന് താഴെ വായിക്കുന്നു. എന്താണ് പറഞ്ഞത്? അതിൻ്റെ 37-ാമത്തെ വാക്യം, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. 2 സഹോദരങ്ങൾ സഹോദരനെ പറ്റി വളരെ കൺസേണോടുകൂടി ഒരാൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, 2 പേരെയും പറ്റി പറഞ്ഞു. ഒരാളെ വലത്തും ഒരാളെ ഇടത്തും ഇരുത്തുവാൻ വരം തരണമെന്ന്
കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഉടനെ യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നത് എന്താണെന്നറിയാമോ? നീ എൻ്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ വരും നൽകുന്നതോ എൻ്റേതല്ല, ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. അതുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. പ്രിയമുള്ളവരെ, 12 ശിഷ്യന്മാർ കർത്താവ് തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചും ശുശ്രൂഷി ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷെങ്കിൽ ഇവിടെ 2 സഹോദരങ്ങൾ ദൈവത്തോടൊരു കാര്യം ചോദിച്ചു. ഒരാത്മീയ കാര്യമാണ് അവർ ചോദിച്ചത്. മോശമായ കാര്യങ്ങളല്ല ചോദിച്ചത്, ദോഷമുള്ളതൊന്നുമല്ല ചോദിച്ചത്, ലൗകികമായ ഒന്നുമല്ല ചോദിച്ചത്, ഒരാത്മീയ പരമാണ് ചോദിച്ചത്. പക്ഷെങ്കിൽ കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ താഴെ വായിക്കുന്നത്, അതൊരു സ്വാർത്ഥതയുടെ പ്രാർത്ഥനയായി. കാരണം ബാക്കി 10 പേരെ പറ്റിയും അവർക്ക് ഒരു കൺസേൺ ഇല്ലാതെ, അവരെപ്പറ്റി ഒരു ഭാരമില്ലാതെ, അവർക്ക് എന്ത് തോന്നുമെന്നൊന്നും വിചാരിച്ചില്ല. പറയുകയാണ്, ഞങ്ങൾക്ക് 2 പേർക്കും ആ സ്വർഗരാജ്യത്തിൽ ആ നിത്യതയിൽ ഇടത്തും വലത്തുമുള്ളതായ ആ ഒരു സ്ഥാനം ഞങ്ങൾക്ക് തരണമേ. പ്രിയമുള്ളവരെ, ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാനതിന് കൊടുത്തതൊരു സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയുടെ പ്രാർത്ഥനയുടെ ഫലം എന്താണെന്നറിയാമോ? നമ്മുടെ സഹോദരങ്ങളുടെ വേദനയാണ്, നീരസമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പരസ്യമായി നമ്മൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെപ്പോഴും ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ സഹോദരനെ ബുദ്ധിമുട്ടിക്കുന്നതാണോ, നീരസപ്പെടുത്തുന്നതാണോ? അവിടെ പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ മുതൽ, അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നത്, അതിനുശേഷം 10 പേരും അത് കേട്ടു. കൂടെ ഉണ്ടതായ 10 പേരും ഈ 2 പേരുടെ പ്രാർത്ഥന കേട്ടു. അതിനുശേഷം അവരോട് നീരസം തുടങ്ങി. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇത് എനിക്ക് ഇങ്ങനെയുള്ള വരം തരുവാൻ കഴിയുകയില്ല, അതൊരുക്കിയിരിക്കുന്നത് പിതാവാണ്, അത് ആർക്കൊരുക്കിയിരിക്കുന്നോ അത് അവർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് യേശു അവരെ അടുക്ക വിളിച്ചിട്ട് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്വക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞല്ലോ. പ്രാർത്ഥന ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷയായിട്ട് മാറരുത്. അപ്പോഴാണ് ഇവിടെ മറ്റുള്ളവർക്ക്, ഒരുപക്ഷെ ഞാനൊരു കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കില്ലാത്തതായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അവരെ മുറിപ്പെടുത്തുന്നതായ, അവരെ വേദനിപ്പിക്കുന്നതായ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാതിരിപ്പാൻ സൂക്ഷിക്കണം. എന്താണ് ഇവിടെ കർത്താവ് പറഞ്ഞത്? നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടു. കർത്താവോട് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, മറ്റുള്ളവരോടുള്ളതായ കൺസേൺ, അവരെ പറ്റിയുള്ളതായ ഭാരം. അതുകൊണ്ട് പറഞ്ഞത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിനുശേഷം അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഭൂമിയിൽ നിങ്ങളുടെ ഇടയിൽ സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകണം, മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കണം അവരെ ശുശ്രൂഷിക്കുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നതിന് എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കുവാനല്ല, ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത്. അപ്പോൾ നമ്മളെപ്പറ്റി കർത്താവിൻ്റെ ആഗ്രഹം അതാ. ഞാനിതൊരു ചിന്തയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥനകളിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത്,
എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊന്നും അറിയാതെ നമ്മുടെ വാക്കുകളൊക്കെ മറ്റുള്ളവരെ, ഇത് മാത്രവുമല്ല, ഞാൻ അനേക പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരുടേതായ കാര്യങ്ങളെയൊക്കെ എടുത്തു പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് അനേകരെ കുത്തുവാക്കുകളിലൂടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു പക്ഷെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം ഇതൊക്കെ പറയുന്നത്. പക്ഷെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ദോഷം വരുന്നതാണെങ്കിൽ അങ്ങനെയുള്ളത് പറയാതിരിക്കുക. പ്രാർത്ഥനയിൽ അങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കാതിരിക്കുക. ഇവിടെ യാക്കോബും യോഹന്നാനും നല്ല കാര്യമാണ്, അവർ ആത്മീയമായതിനെ അവരാഗ്രഹിച്ചത്. പക്ഷെങ്കിൽ പ്രിയമുള്ളവരെ, കൂടെയുള്ള 10 പേരെയും അത് വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധയുള്ളതായിത്തീരട്ടെ, കൃപയുള്ളതായിത്തീരട്ടെ. മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും കൂട്ടായ്മയും നൽകുന്നതായിത്തീരട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, കർത്താവെ, പ്രാർത്ഥന ദൈവവുമായുള്ള കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, പരസ്പരം ശക്തിപ്പെടുവാൻ, ഞങ്ങളുടെ കൂടെയുള്ളവരെ ബലപ്പെടുത്തുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇടയായിത്തീരണം. ഒരിക്കൽ പോലും യാക്കോബിനെ പോലെ, യോഹന്നാനെ പോലെ ഞങ്ങളുടെ സ്വാർത്ഥതയിൽ നിന്നും ഉളവാകുന്ന പ്രാർത്ഥന കർത്താവെ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനും മുറിപ്പെടുത്തുവാനോ അങ്ങനെയുള്ള പ്രാർത്ഥനകളും വാക്കുകളും വരാതിരിപ്പാൻ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാനും ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിപ്പാനും കർത്താവിൻ്റെ നാമമഹത്വത്തിനായി നിലനിൽപ്പാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി, മറ്റുള്ളവർക്ക് സമാധാനം പകരുന്നവരായി ഞങ്ങളുടെ പ്രാർത്ഥനകളും വാക്കുകളും മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്നതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പരിപാലിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.